പവിത്രത്തിന്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ ഓരോ ദിവസം കഴിയുന്തോറും വിക്രമിനെ കൂടുതൽ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വേദ ആ ഗ്രാമത്തിലെ ഓരോരുത്തരെ പരിചയപ്പെടുകയാണ്. അവർക്കൊക്കെ വിക്രം സഹായിച്ച കഥകൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. തന്റെ അച്ഛൻ കരുതുന്നത് പോലെ വിക്രം തെമ്മാടിയ ഗുണ്ടയോ ഒന്നുമല്ല. തനിക്ക് യോജിച്ച ഏറ്റവും നല്ലൊരു ഭർത്താവാണെന്ന യാഥാർത്ഥ്യം വേദ തിരിച്ചറിയുകയാണ്. അങ്ങനെ വേദ വിക്രമിന്റെ പഴയൊരു അൽമാറയിൽ നോക്കുന്ന സമയത്താണ് വിക്രമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. വിക്രം പഠനത്തിൽ വളരെ സമർത്ഥനാണെന്ന് അത്ഭുതത്തോടെ വേദ മനസ്സിലാക്കുകയാണ്. ഇത്രയൊക്കെ പഠനത്തെ മുന്നിട്ട് നിൽക്കുന്ന വിക്രം എന്തുകൊണ്ടാണ് പഠനം ഉപേക്ഷിച്ചത്, എന്തുകൊണ്ട് ഈ ഗുണ്ടാപ്പണി തിരഞ്ഞെടുത്തു എന്നൊക്കെ ചിന്തകൾ വേദയുടെ മനസ്സിൽ വരികയാണ്. അങ്ങനെ വേദ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് മാഷ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ മാഷ് വേദയോട് ചോദിക്കുകയാണ്, എന്താ നിന്റെ തീരുമാനം? ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഒരിക്കലും സേഫ് അല്ല, അതുകൊണ്ട് എന്തായാലും നീ തീരുമാനം പറയണം എന്നൊക്കെ പറയുകയാണ്. മാഷ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഈ വീടോ വീട്ടുകാരെയോ വിട്ട് എങ്ങോട്ടും പോകാൻ കഴിയില്ല. താലി ഞാൻ അത്രയും വിശ്വസിക്കുന്നുണ്ട്. തെമ്മാടി എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണെങ്കിലും അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. താലിയിലൂടെ എനിക്ക് എന്തൊക്കെയോ ഇവിടെ നടത്താനുണ്ട്, എന്തൊക്കെയോ നിയോഗം എനിക്ക് ദൈവം മാറ്റി വെച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ എത്രയൊക്കെ പഠിച്ചതല്ലേ, എന്നിട്ട് നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടാകും. തെമ്മാടിയാണ് നിന്നെ താലി കെട്ടിയത്, ആ ഒരു താലിയുടെ പേരിൽ നിന്റെ ജീവിതം നശിപ്പിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് മാഷ്. അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ അച്ഛൻ്റെ മോൻ ഒരു തെമ്മാടിയാണെന്ന്? വിക്രം മുൻപ് ഇങ്ങനെ തന്നെയായിരുന്നോ? നല്ല പഠിപ്പും വിവരമുള്ള വിക്രം എന്തുകൊണ്ടാണ് ഗുണ്ടയായത്? പെട്ടെന്നൊരു ദിവസം കൊണ്ട് ആർക്കും ഇങ്ങനെ ഗുണ്ടയോ തെമ്മാടിയോ ആകാൻ കഴിയില്ല. നല്ല വിദ്യാഭ്യാസവും റാങ്കും ഒക്കെ ഉള്ള ആൾ ഇങ്ങനെ ആകണമെങ്കിൽ അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷെ എന്നിൽ നിന്ന് എല്ലാവരും മറച്ചു വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് അക്കാര്യം എനിക്ക് അറിയണം എന്നൊക്കെ വേദ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മാഷ് കൈ ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് വിക്രമിനെ കുറിച്ച് എന്തറിയാം? ഈ വീടിനെ കുറിച്ച് നിനക്ക് കൂടുതൽ അറിവൊന്നുമില്ലല്ലോ. നീ എല്ലാ കാര്യങ്ങളും അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കുട്ടി പറയുന്നത് നിനക്ക് നല്ല വിദ്യാഭ്യാസവും കുടുംബ പാരമ്പര്യവും ഒക്കെയുണ്ട്. ഇവിടെ നിന്നാൽ നിനക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. താലിയുടെ പേരിൽ ഇവിടെ പിടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറയുകയാണ് മാഷ്. നിനക്ക് നല്ല ജോലിയും ജീവിത സാഹചര്യവും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു ക്രിമിനലിന്റെ കൂടെ ജീവിച്ചില്ലാതാക്കാനുള്ളതല്ല. ഞാൻ നിന്നോട് പറഞ്ഞത് അവനൊരു തെമ്മാടിയാണ്, ഒരിക്കലും പറഞ്ഞാൽ അനുസരിക്കാത്തവനാണ്. അപ്പോൾ വേദ പറയുകയാണ്, അതൊക്കെ അച്ഛൻ്റെ തോന്നലാണ്. മകനെ ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം അച്ഛൻ എന്താ മോനെ പറഞ്ഞു ഉപദേശിക്കാത്തത്? അച്ഛനൊരു അധ്യാപകനല്ലേ, എത്രയോ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകൻ. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വന്തം മകനെ പഠിപ്പിക്കാനാണോ ഇത്ര പാട് എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട്. അവനെ ഞാൻ ഒരുപാട് ഉപദേശിച്ചതാണ്, മാത്രമല്ല തല്ലുകയും ചെയ്തു. ഇനി അവൻ പോകുന്നിടത്തേക്ക് പോയിക്കോട്ടെ, എന്ത് ചെയ്യാനാണ്? നിരാശയോട് കൂടി മാഷ് അകത്തേക്ക് പോകുന്നുണ്ട്. കമലാമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേദ കമലാമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മ എന്നെ സ്വന്തം മകളെപ്പോലെ കാണുന്നതെങ്കിൽ എന്തായാലും സത്യം തന്നെ പറയണം. എന്താ മോളെ, എന്താ കാര്യം എന്നൊക്കെ കമലാമ്മ ചോദിക്കുന്നുണ്ട്. എന്താണ് വിക്രം ഇങ്ങനെയൊക്കെ ആയത്? വിക്രമിൻ്റെ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റും ഒക്കെ ഞാൻ കണ്ടു. ഇത്രയൊക്കെ സമർത്ഥനായ ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുക? ആരും അവനെക്കുറിച്ച് ഇതുവരെ എന്നോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അവനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. സഹായിച്ച കഥകളാണ് കൂടുതലായിട്ട് ഞാൻ കേട്ടത്. വിക്രമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ വിക്രം ഇങ്ങനെ ആയതിൻ്റെ രഹസ്യം അമ്മ എന്നോട് പറഞ്ഞേ മതിയാവൂ. അമ്മ എന്നെ മോളെപ്പോലെ കാണുന്നുണ്ടെങ്കിൽ ആ രഹസ്യം എന്തായാലും എന്നോട് പറയണം. കമലാമ്മ ഇത് കേൾക്കുമ്പോൾ ആകെ സങ്കടത്തോടെ ജനലിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. മോളെ, അത് പിന്നെ എന്താ അമ്മേ? അമ്മ അത് പറയേ. വിക്രമിന് നല്ല മാർക്കും ഉന്നത വിജയം ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല കഴിവായിരുന്നു വിക്രമിന്. അവൻ്റെ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെയായിരുന്നു അവനും പഠിച്ചിരുന്നത്. സുധാകരൻ മാസ്റ്ററിൻ്റെ മകൻ എന്ന നല്ലൊരു അംഗീകാരം അവന് കിട്ടിയിരുന്നു. എല്ലാവരും ആ സ്നേഹവും ബഹുമാനവും അവന് കൊടുത്തിരുന്നു. അങ്ങനെ അവൻ ഡിഗ്രി 3ാം വർഷം പഠിക്കുന്ന സമയത്താണ് ആ സംഭവം ഉണ്ടായത്. അങ്ങനെ എക്സാമിൻ്റെ അന്ന് പ്രാർത്ഥനയോട് കൂടിയാണ് അവൻ വീട്ടിൽ നിന്നിറങ്ങിയത്. അവൻ ഫുൾ റാങ്ക് വാങ്ങി വരുമെന്ന് അച്ഛൻ അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് മാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. എക്സാം ഹാളിൽ നിന്ന് വിക്രം കോപ്പി അടിച്ചു. അതുകൊണ്ട് അവൻ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോൾ വന്നത്. വളരെ വിഷമത്തോടെയും അപമാനിതനായിട്ടുമാണ് വിക്രം വീട്ടിലേക്ക് വന്നത്. അവൻ എക്സാം എഴുതാൻ പറ്റിയില്ല. എല്ലാവരുടെ മുന്നിൽ അവൻ മോശക്കാരനായി. അങ്ങനെ ആ വാർത്ത ന്യൂസിലും വന്നു, എല്ലാവരും അറിഞ്ഞു. വിക്രമിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു മാഷിന്. ഈ വാർത്ത കേട്ടതോടെ മാഷ് മാനസികമായി തകർന്നു. ഒരു തെറ്റ് ചെയ്തിട്ടില്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ആണയിട്ട് കരഞ്ഞു. പക്ഷെ അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിക്രം തന്നെ ചതിച്ചവനെ കണ്ടുപിടിച്ച് അവൻ്റെ കാല് തല്ലിയൊടിച്ചു. അതോടുകൂടി കേസ് മറ്റൊരു ലെവലിലേക്ക് മാറി. അങ്ങനെ എൻ്റെ കുട്ടി ഒരു ഗുണ്ടയായി. പഠനത്തിൽ മാത്രമേ വിക്രമിന് ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥിച്ചായിരുന്നു അവ എക്സാമിന് പോയത്. ആ സമയത്ത് എക്സാമിനർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോപ്പി പേപ്പർ അവൻ്റെ ദേഹത്തേക്ക് ഇടുകയായിരുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന എക്സാമിനർ കാണുന്നത് കോപ്പി പേപ്പർ പിടിച്ചു നിൽക്കുന്ന വിക്രമിനെയാണ്. അങ്ങനെ എൻ്റെ കുട്ടിക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞില്ല.
എൻ്റെ മോൻ എക്സാം എഴുതരുത് എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതാണിത്. ആ കുട്ടിയുടെ ക്രിമിനൽ ബുദ്ധി അതെൻ്റെ മോൻ്റെ ജീവിതമാണ് നശിപ്പിച്ചത്. അങ്ങനെ വിക്രം മുന്നും പിന്നും നോക്കാതെ അവനെ അടിച്ചു, അവനെ കൈയൊടിച്ചു. അങ്ങനെ അത് വലിയൊരു ന്യൂസായിരുന്നു. ന്യൂസ് ഇങ്ങനെയായിരുന്നു വന്നത്. കോപ്പി അടിച്ചത് പറഞ്ഞു കൊടുത്ത കുട്ടിയെ തല്ലി ചതച്ചു എന്ന രീതിയിലായിരുന്നു ന്യൂസ് വന്നത്. അങ്ങനെ എല്ലാവരും വിക്രമിനെതിരായി. എത്രയൊക്കെ പറഞ്ഞിട്ടു അച്ഛനെ ആരും വിക്രമിനെ വിശ്വസിച്ചില്ല. എനിക്കറിയാം അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഈ സംഭവത്തോടെ നാട്ടിലും വീട്ടിലും മാഷിന് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. മാഷ് അവനെ വിശ്വസിച്ചില്ല. ആ സങ്കടമായിരുന്നു അവനെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത്. അങ്ങനെ ആ സംഭവത്തോടു കൂടി അവനെ തല്ലിക്കൊള്ളി എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. ഒരു ഗുണ്ടയായിട്ട് അവൻ നടക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ മുന്നിൽ തന്നെ നിന്നു. അവന് ഇഷ്ടമില്ലാത്തവരെ അവൻ തല്ലി ഒതുക്കി. അങ്ങനെ പഠിപ്പെല്ലാം നിർത്തി തോന്നിയ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ഇതാണ് മോളെ എൻ്റെ മോൻ്റെ ജീവിതത്തിലുണ്ടായത്. അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് പുറകെ സുധാകരൻ മാസ്റ്ററും ഉണ്ടായിരുന്നു. തൻ്റെ മകനെ താൻ മനസ്സിലാക്കിയില്ലേ? വിക്രമിനെ താനൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. മനസ്സിലാക്കാൻ പറ്റാത്തൊരു നിർഭാഗ്യവാനാണ് ഞാൻ എന്നൊക്കെ ചിന്ത സുധാകരൻ മാസ്റ്ററിന്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. അങ്ങനെ കണ്ണു തുടച്ചുകൊണ്ട് സുധാകരൻ മാസ്റ്റർ അകത്തേക്ക് പോകുന്നുണ്ട്. പതിയെ പതിയെ വിക്രമിനെ മാറ്റിയെടുക്കണം, വിക്രമിനെ പഴയ വിക്രമൻ തന്നെ ആക്കണം എന്ന ചിന്ത വേദയുടെ ഉള്ളിൽ വരാൻ തുടങ്ങി. അങ്ങനെ വേദ കമലാമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, തല്ലിപ്പൊളി സ്വഭാവവും ദേഷ്യവും എല്ലാം മാറ്റിയിട്ട് അമ്മയുടെ നല്ല മകനെ ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തരും. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്നൊക്കെ വേദ പറയുമ്പോൾ, വിശ്വാസമുണ്ട് മോളെ, ഈ വിവാഹം അതിനൊരു നിമിത്തമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മകനെ മാറ്റിയെടുക്കാൻ ദൈവം കൊണ്ടുവന്നതാണ് നിന്നെ.